വരുന്നു. കൊച്ചി കലൂരിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനായിട്ടില്ല ഇതുവരെ. മെട്രോ നിർമ്മാണത്തിനിടെയാണ് പൈപ്പ് പൊട്ടിയത്. അങ്ങനെയാണ് അവിടെ കുടിവെള്ള വിതരണം മുടങ്ങിയിരുന്നത്. KMRL അധികൃതരുമായി കലക്ടർ ഇന്ന് ചർച്ച നടത്തും. മോസിനാസു കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മോസിന, ഇന്നിപ്പോൾ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അതിനിടെ ഈ കുടിവെള്ള വിതരണം അത് എപ്പോഴത്തേക്ക് പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആളുകൾ വലയുന്നോ? ജിസി, തീർച്ചയായിട്ടും ആളുകൾ വല്ലാതെ വലയുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുഴി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ പാലാരിവട്ടം ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുകയും വലിയ രീതിയിൽ വെള്ളം ചീറ്റി ഈ പരിസരത്തൊക്കെ വെള്ളം കെട്ടേണ്ട ഒരു സാഹചര്യമായിരുന്നു. താൽക്കാലികമായി പലയിടത്തും വാൾവൊക്കെ അടച്ച് കെട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് ഈ പരിസരം മാറിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് കാണാം വലിയ രീതിയിൽ വെള്ളം കിനിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. കുടിവെള്ളമാണ് ഈ പാഴായി പോകുന്നത് എന്നുള്ളത് കൂടിയാണ് പ്രശ്നം. എന്താണെങ്കിലും ഇപ്പോഴും ഈ പാലാരിവട്ടം സ്റ്റേഡിയം, കലൂർ സ്റ്റേഡിയം, എളമക്കര അങ്ങനെ തുടങ്ങി ഈ നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലുള്ള പലയിടങ്ങളിലും വലിയ രീതിയിൽ കുടിവെള്ളം മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. താൽക്കാലിക പരിഹാരമായി കുടിവെള്ളം ടാങ്കറുകളിൽ എത്തിക്കുന്നുണ്ട്. പക്ഷേ അത് അപ്പോഴും ഈ ഉൾപ്രദേശങ്ങളിലേക്ക്, അതായത് ഇടവഴികളിലൊക്കെ തന്നെ അത് കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ജനങ്ങൾക്കുണ്ട്. സ്വാഭാവികമായും ഇതുവരെ ഇപ്പോൾ ഈ നേരമായിട്ടും ഇത്രയും നേരമായിട്ട് ഇവിടെ ഇത് അടച്ചു കെട്ടാനും അത് പുനഃസ്ഥാപിക്കാനുള്ള പണികളൊന്നും നടക്കുന്നില്ല എന്നുള്ള ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഇനി 9 മണിക്ക് KMRLുമായി ചർച്ചയുണ്ട്. നാട്ടുകാർ പറയുന്നത് ചർച്ച മാത്രം മതി, അതിനു മുമ്പ് ഇന്നലെ രാത്രി പണി തീർത്ത് ഇത്തരത്തിൽ പൈപ്പ് പുനഃസ്ഥാപിക്കാനുള്ള അറ്റകുറ്റപ്പണി നടത്തി ഇതിന് പരിഹാരം കാണേണ്ടതല്ലേ എന്നുള്ള വിമർശനം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. വലിയ രീതിയിലാണ് ഇന്നലെ രാത്രി ആളുകൾ അവിടെ സംഘടിച്ചെത്തുകയും ഉമാ തോമസ് MLA അതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും നമുക്ക് ഇത് ഇനിയും തുടരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ഉറപ്പായും ജനരോഷം വീണ്ടും വരും. 9 മണി വരെയുള്ള ചർച്ച വരെ ആളുകൾ കാത്തിരിക്കുകയാണ്. അതുവരെ താൽക്കാലികമായി കുടിവെള്ളം ടാങ്കറുകളിൽ എത്തിക്കുന്നുണ്ട്. എത്രമാത്രം എവിടങ്ങളിൽ കിട്ടുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. എന്താണെങ്കിലും നമുക്ക് പരിസരവാസിയോട് തന്നെ ചോദിക്കാം. ചേട്ടാ, വെള്ളം വീട്ടിലെത്തിയിട്ടുണ്ടോ? വെള്ളമൊന്നുമില്ല, ഇടവഴിയിലൊക്കെ ഒരു കാലം വെള്ളമില്ല. ഇന്ന് രാത്രി പൊട്ടിയാണെന്ന് പറയണം. ഇന്ന് രാവിലെ വന്നിപ്പോൾ നോക്കാൻ വേണ്ടി വന്നാണ്. ഇടവഴിയിലും ഒന്നും വണ്ടി അടിച്ച് കയറുന്നില്ല വെള്ളം. അവിടെ വീട്ടിലെ കുടിവെള്ളം പരിസരത്തും ഇല്ല. അപ്പം ഞാൻ ഇന്നലെ ഈ വഴി പോയപ്പോൾ എന്നെ നോക്കി ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ ഈ കണ്ടീഷൻ ഇന്നലെ രാത്രിയാണെങ്കിൽ ഇത് ചെയ്യേണ്ടി വരും. ഇത് ചെയ്യുന്നില്ല. അവിടെ ഇവർ പോയി കിടന്ന് ഉറങ്ങുന്നതാണ്. എമർജൻസി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ വെള്ളത്തിൻ്റെത്, അത് ചെയ്യുന്നില്ല ഇവർ. അവിടെയാണ് ചോദ്യം. എമർജൻസി വർക്ക് തന്നെയാണല്ലോ ഇത്. കാരണം അടിസ്ഥാനമായി കിട്ടേണ്ട കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ്. എന്ത് വികസന പ്രവർത്തനമാണെങ്കിലും ആളുകൾ സാധാരണക്കാരായ ആളുകൾ തന്നെ പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി കൃത്യമായൊരു മാപ്പ് ഉണ്ടാക്കണം. അതായത് എവിടെയൊക്കെയാണ് ഇതിൻ്റെ പൈപ്പ് പോകുന്നതെന്നുള്ള കൃത്യമായൊരു മാപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ എന്ത് നടക്കുമ്പോൾ ആ മാപ്പിലൂടെ തന്നെ കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടി തന്നെ കുഴിയെടുക്കുക എന്നുള്ളതൊക്കെ അതിലൊരു കാര്യമായി വരും. പക്ഷേ ഇതിനൊന്നും ഒരു കൃത്യതയില്ലായ്മയാണ്. എന്ത് വികസനം നടന്നാലും അവിടെ ഒരു കൃത്യതയില്ലായ്മയുള്ള പണി അവിടെ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടലും ഇതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ചർച്ചയിൽ എന്താണ് ഉരുത്തിരിയുന്നത്? KMRL ഇത് ശരിയാക്കുന്നവരെ കൃത്യമായി വെള്ളം എത്തിക്കുമോ? ഇനി ആരാണ് ഇത് കൃത്യമായി എത്തിക്കുക? ഇനി എന്താണ്, എപ്പോഴാണ് ഇത് ശരിയാക്കുക എന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയായിട്ട് 9 മണി വരെ കാത്തിരിക്കാമെന്ന് തോന്നുന്നു.